അസ്സലാമു അലൈക്കും. നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ. അപ്പം നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ എങ്ങനെ നല്ലൊരു ചിക്കൻ കറിയും പത്തിരി ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അത് നിങ്ങൾ സാധാ ഉണ്ടാക്കുന്ന പോലെയൊന്നുമല്ല. നമ്മളൊരു എന്താ പറയുക, നമ്മളിതിൽ ചേർക്കുന്ന മല്ലിപ്പൊടി നമ്മൾ തന്നെ വറുത്തെടുത്തിട്ട് നമ്മൾ തന്നെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കല്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു വേറെ ടേസ്റ്റ് തന്നെ ഉള്ളതാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കറികളൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ പിന്നെ നമ്മൾ ഗ്യാസുമ്മൽ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അതേ സാധനം തന്നെ നമ്മൾ തീ കത്തിച്ച് അടുപ്പിൽ വെക്കുമ്പോൾ മറ്റൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അങ്ങനെ നമ്മളെന്താ പറയുക, പാകം ചെയ്യുന്ന പിന്നെ ഗ്യാസും തീയും ആയിട്ടുള്ള വ്യത്യാസങ്ങളിൽ ടേസ്റ്റ് വരും. അതുപോലെ തന്നെയാണ് മസാലകളുടെ ടേസ്റ്റ് വരും. ഞാൻ ഉണ്ടാക്കുന്ന മസാല ആയിരിക്കില്ല നിങ്ങളുണ്ടാക്കുന്ന മസാല ആയിരിക്കില്ല വേറൊരാൾ ഉണ്ടാക്കുക. അങ്ങനെ പല വ്യത്യാസങ്ങളും ഉണ്ടാവും. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വെക്കുന്ന ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ആയിരിക്കും, നിങ്ങൾ വെക്കുന്ന ചിക്കൻ കറിക്ക് മറ്റൊരു ടേസ്റ്റ് ആയിരിക്കും, വേറൊരാൾ വെക്കുന്ന വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ അയൽവാസികൾ തന്നെ 10 വീടുകൾ ഉണ്ടെങ്കിൽ 10 വീട്ടിലും 10 ടേസ്റ്റിലാണ് ഒരു ചിക്കൻ കറി വെക്കുക. ചിക്കന് സെയിം ആയിരിക്കും, തക്കാളി സെയിം ആയിരിക്കും, ഉള്ളി സെയിം ആയിരിക്കും, പക്ഷേ മസാലകളിൽ വ്യത്യാസം വരും. നമ്മളിടുന്ന സാധനങ്ങളിൽ ടൈമുകളിൽ മാറ്റം വരും. ഞാനിപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെള്ളുള്ളി ഇട്ട് പിന്നെ ഞാൻ തക്കാളി ഇട്ട് അങ്ങനെയൊക്കെ ഞാൻ വഴറ്റിയെടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ആദ്യം തന്നെ ഉള്ളി ഇട്ട് വാട്ടി പിന്നെ ലാസ്റ്റിൽ വെള്ളുള്ളി ഇട്ട് അങ്ങനെ വരുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ പല ടേസ്റ്റുകളിൽ പല മാറ്റങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 വീടുകളിൽ 10 ടൈപ്പിലായിരിക്കും വെക്കുക. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറച്ച് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് വല്യുള്ളി 2 വല്യുള്ളി കട്ട് ചെയ്തിട്ട് വഴറ്റി എടുത്തതിന് ശേഷം തക്കാളി ഇട്ട് വഴറ്റി അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം വഴറ്റി ഒന്നും കൂടി പച്ചമണം മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ മല്ലിപ്പൊടി ഇതാണ് കേട്ടോ മക്കളെ. ഈ ഒരു മല്ലിപ്പൊടിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ കുറച്ച് മല്ലി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ ഏലക്കായും ഇട്ട് ഞാൻ നല്ലോണം ചട്ടിയിൽ വെച്ച് വറുത്തെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മില്ലിന്ന് പൊടിച്ച പൊടീൻ്റെ ടേസ്റ്റും ഈ ഒരു പൊടിൻ്റെ ടേസ്റ്റും വേറെ തന്നെയാണ് കേട്ടോ. ഞാനിത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മില്ലിന്ന് സാധാ പൊടിപ്പിക്കൽ, പക്ഷേ ഈ വർഷം ഞാൻ മല്ലി പൊടിപ്പിച്ചിട്ടില്ല മില്ലിന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് വേറൊരാൾ പറഞ്ഞു തന്നാണ് ഇങ്ങനെ പൊടിച്ചിട്ടാൽ നല്ല ടേസ്റ്റിയാണെന്ന്. നമുക്ക് എന്നും ഒരേ ടേസ്റ്റിൽ നിന്ന് ഒരു വ്യത്യാസം വരുമ്പോൾ ആണല്ലോ നമുക്കൊരു എന്താ പറയുക, ഒരു സ്വാദിൽ മാറ്റം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പം നമ്മൾ ഇപ്രാവശ്യത്തെ മല്ലി എന്ത് ചെയ്ത് മില്ലിൽ പോയി പൊടിപ്പിക്കാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ വെച്ചതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വറുത്ത് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ വേറൊരു ടേസ്റ്റ് നമ്മൾ പണ്ടത്തെ ഒരു ഇറച്ചിക്കറീൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ പൊടിച്ചെടുത്ത ഈ പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മല്ലി എടുക്കുക, അത്ര അളവൊന്നുമില്ല, കുറച്ച് ഗ്രാമ്പു കുറച്ച് ഏലക്കായിട്ട് നല്ലോണം മല്ലി ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഈ മല്ലിപ്പൊടിൻ്റെ കളറ് കണ്ടില്ല, ഒരു കളറ് ആവുന്ന വരെ നിങ്ങൾ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. നിങ്ങളെ മിക്സിൻ്റെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്താണ്. ഇനി ഇതിലേക്ക് നമ്മളെ ബീഫ് ഒരു 1/4 കിലോ ബീഫേ ഉള്ളൂ കേട്ടോ. ആ 1/4 കിലോ ബീഫ് നമ്മൾ ഇതിലിട്ട് നല്ലോണം ചുവറ്റി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് ചുവറ്റിയിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഓരോരുത്തർക്കും എത്രയാണോ കറി വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിലരുണ്ടാവും നല്ലോണം കറി വേണ്ട ആൾക്കാരുണ്ടാവും, ഓൽക്കാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. നമുക്കിവിടെ കറി കുറച്ച് മതി. ഇനി തീരെ കറി വേണ്ടാത്തോലാണെങ്കിൽ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കട്ടോ. ഉള്ളിയിലുള്ളയും പിന്നെ അതുപോലെ തന്നെ ബീഫിലുള്ളയും വെള്ളം തന്നെ മതി. കറി കുറച്ച് വേണ്ടിയവർക്കാണെങ്കിൽ ആ ഒരു കറി മതി. പിന്നെ കൂടുതൽ വേണ്ട ആൾക്കാരാണെങ്കിലാണ് വെള്ളം പാരേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു ഉരുളങ്കിഴങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെത്തിങ്ങാഞ്ഞ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ലൊരു മൊയ്പ്പ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കറി വേണ്ടതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിന് നമ്മൾ മൂടി ഇട്ട്
വേവുന്നവരെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, പിന്നെ മസാലപ്പൊടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ സമയത്ത് തന്നെ പിന്നെ ചിലർ മില്ലിൽ നിന്ന് തന്നെ പൊടിപ്പിക്കുമ്പോൾ അതിൽ എന്താ പറയുക ജീരകം ഇടും, പിന്നെ അതുകൊണ്ട് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതൊക്കെ ഇടും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ട ഇടട്ടോ, നമ്മൾ പൊടിക്കുന്ന മല്ലിയിൽ നമ്മൾ അത് ചേർക്കാത്ത കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇനി ഈ ബീഫ് കറിക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് പത്തിരിയാണ് കേട്ടോ. പിന്നെ പത്തിരി പൊതുവെ ചിലരൊക്കെ പരാതി പറയുന്നതൊക്കെ പത്തിരി നല്ലോണം പൊള്ളുന്നില്ല, നന്നാവുന്നില്ല എന്നൊക്കെ കേട്ടോ. അത് നമ്മൾ പത്തിരി പൊടി വറക്കുന്നിടത്തിൽ ശ്രദ്ധിക്കണം, പിന്നെ അതുപോലെ പൊടി കുഴയ്ക്കുന്നിടത്ത് ശ്രദ്ധിക്കണം, പിന്നെ അതുപോലെ നമ്മൾ പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളയ്ക്കുന്നിടത്തിലില്ലേ നല്ല വെട്ടി തിളച്ച ചില പൊടിയിലേക്ക് നല്ല വെട്ടി തിളച്ച വെള്ളം പറഞ്ഞാലേ പത്തിരി നല്ലോണം നന്നാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ കുഴയ്ക്കുന്നിടത്തിൽ നല്ലോണം കുഴച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പത്തിരി ചുടുന്നിടത്തിലും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് ഞാൻ പറയുന്നത് പത്തിരി ചുടാൻ അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല. കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും പത്തിരി നന്നായിട്ട് നേസ് പത്തിരി നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ, അല്ലാണ്ട് അറിയുന്നവർക്കുള്ള വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. അപ്പോൾ നമ്മൾ നല്ലോണം വെട്ടിത്തിളച്ച വെള്ളം നമ്മൾ ഈ പൊടിയിലേക്ക്, ഞാനിവിടെ 3 കയ്യിൽ പൊടിയാണ് കേട്ടോ എടുത്തത്, ഈ പൊടിയിലേക്ക് നല്ലോണം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറിയ ശേഷമാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ നല്ലോണം എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കിയിട്ട് നമ്മളവിടെ ചൂടാറാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം പോരെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്ത് അങ്ങനെ നമുക്ക് മിക്സാക്കി എടുക്കട്ടോ. ഓവറായി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കുറഞ്ഞു പോയാലും നമ്മൾ കുഴയ്ക്കുന്നിടത്തിൽ പാകം തെറ്റിപ്പോവും, പത്തിരി നന്നാവില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വെള്ളം പിന്നെ ഒഴിക്കുന്നിടത്തിലും എടുക്കുന്നിടത്തിലും ചുടുന്നിടത്തിലും പൊടി വറക്കുന്നിടത്തിൽ എല്ലായിടെയും എന്താ പറയുക ഒരു ഇതുണ്ടെങ്കിൽ, ഇനി പച്ചരി ആണെങ്കിൽ നല്ല പച്ചരി ആണെങ്കിലേ പത്തിരി നന്നാവും, അതും അവിടെയുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യവും നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല നൈസ് പത്തിരി നമുക്ക് ചുട്ടെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടങ്ങൾ എൻ്റെ ഇനി നമ്മളെ പത്തിരിപ്പൊടി ഇളക്കി വെച്ചത് എടുത്തൊന്ന് കുഴയ്ക്കുകയാണ് കേട്ടോ. കുഴച്ച് എടുക്കുകയാണെന്ന് കുഴൽ നല്ലോണം കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഒരു യുദ്ധം തന്നെ ചെയ്യണം, എന്നാലേ പത്തിരി കുഴച്ചത് നന്നാലേ പത്തിരി നന്നാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ബീഫ് കറി നമ്മൾ ഒന്ന് എന്തായാലും ബീഫ് വെന്തുക്കല്ലേ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി കുക്കറൊന്ന് ആവി മാറ്റി നോക്കുകയാണ് മക്കളെ. അപ്പോൾ കണ്ടില്ല, ഇതാണ് നമ്മളെ ബീഫ് കറി കേട്ടോ. നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ ബീഫ് വെന്തുക്കോന്ന് നോക്കുമ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബീഫ് ഓരോരുത്തരും ഓരോ ടേസ്റ്റിലാണല്ലോ വെക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ പത്തിരിപ്പൊടി കുഴച്ച് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് മക്കളെ. ഇനി ഇത് പരത്തി നമുക്ക് പത്തിരി ചുടാം. അപ്പം നോക്കാൻ നമ്മളെ പത്തിരി നന്നാവോ ഇല്ലേ എന്നുള്ളത് കുഴച്ചതിന് ശേഷം പോരായ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ കല്ലിലാണ് കേട്ടോ പത്തിരി ചുടുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഈ കല്ലുകളിലായിരുന്നു കേട്ടോ പത്തിരി ചുടൽ. ഇപ്പോഴാണ് മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ വന്നതും പിന്നെ അതിൽ ചുടൽ തുടങ്ങിയതും. എങ്കിലും നമുക്ക് ഇങ്ങനത്തെ കല്ലുകളിൽ പത്തിരി ചുട്ടെടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റും വ്യത്യാസവും ഉണ്ടാവും. ടേസ്റ്റും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ആരോഗ്യത്തിന് നല്ലത്. ഇരുമ്പിൻ്റെ കല്ലിലൊക്കെ പത്തിരി ചുട്ടെടുക്കുമ്പോഴാണല്ലോ, അല്ലേ പത്തിരി ചട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ ഒക്കെ ആണല്ലോ നല്ലത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ കല്ല് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ പത്തിരി പരത്തി നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം മക്കളെ. കല്ല് നല്ലോണം ചൂടായിട്ടില്ലെങ്കിൽ 8ൻ്റെ പണിയാട്ടോ കിട്ടുക. അപ്പോൾ കല്ലിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊക്കെ തടവി കൊടുത്ത് അങ്ങനെ എല്ലാം കൂടിയും പത്തിരി നമ്മൾ പരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാരണം കല്ലിൽ നമ്മൾ കുറച്ച് പിന്നെ എന്താ പറയുക എണ്ണയും പിന്നെ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും മിക്സാക്കി നമുക്ക് തേച്ച് കൊടുത്താൽ നമുക്ക് പത്തിരി എളുപ്പത്തിൽ എടുക്കാൻ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇനി ദോശയാണെങ്കിലും വെള്ളപ്പാണെങ്കിലും എന്താണ് നമ്മൾ ചുടുന്നതെങ്കിലും ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മറിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ പത്തിരി ചുടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ നമ്മളിപ്പോൾ പത്തിരി ഇട്ടില്ലേ, ഈ ആദ്യത്തെ മറിച്ചിടൽ പെട്ടെന്ന് മറിച്ചിടണം കേട്ടോ. നമുക്ക് ഒന്ന് എന്താ പറയുക നല്ലോണം ചൂടായ കല്ലിലേക്ക് പത്തിരി ഇട്ട് പെട്ടെന്നൊന്ന് മറിച്ചിടുക. പിന്നെ അതുകൊണ്ട് ഇനി അടുത്ത മറിച്ചിടൽ കുറച്ച് പത്തിരി നല്ലോണം വെന്തിട്ട് നമുക്ക് മറിച്ചിടാം കേട്ടോ. എന്നാലേ നമുക്ക് നല്ലോണം പത്തിരി പൊള്ളി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നല്ലോണം പത്തിരി പൊള്ളി കിട്ടൂല കേട്ടോ.
അപ്പോൾ ഇനി നമ്മൾ കല്ലിലാണ് ചുടുന്നതെങ്കിൽ നല്ല പുകയൊക്കെ വരുന്നുണ്ട്. കല്ലിലായതുകൊണ്ട് തന്നെ കുറച്ച് പുള്ളിക്കുത്തൊക്കെ നമ്മൾ മൂത്ത് സുന്ദരപ്പുള്ളി കുത്തുന്നോണം കുറച്ച് പുള്ളി കുത്തുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. എന്നാലും പുള്ളിക്കുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ തന്നെയാണ് പത്തിരി ചുട്ടെടുക്കുന്നത്. അപ്പോൾ പുകയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചിലപ്പോൾ ആദ്യത്തെ പത്തിരി ഫസ്റ്റിലാണല്ലോ നമ്മളിപ്പോൾ ചുടുന്ന ഫസ്റ്റ് പത്തിരി ആയതുകൊണ്ട് തന്നെ നല്ലോണം പുള്ളി കിട്ടാൻ പ്രയാസമാണ്. എന്നാലും ശ്രമിച്ച് നോക്കുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പത്തിരി മറിച്ചിടാൻ പോവാണ് കേട്ടോ. പത്തിരി മറിച്ചിട്ട് ഞാൻ പൊള്ളോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ചിലപ്പോൾ മിക്കവാറും പൊള്ളാൻ ചാൻസ് കുറവാണ്. ഇങ്ങനെ പൊള്ളി വരുമ്പോൾ നല്ലോണം പൊള്ളാത്തതാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് തൊട്ടുകൊടുത്താൽ ചിലപ്പോൾ നല്ലോണം മൊത്തത്തിലൊന്ന് പൊള്ളി വരും കേട്ടോ. പക്ഷേ എൻ്റെ പരീക്ഷണം ഇവിടെ പരാജയപ്പെട്ട് നല്ലോണം പൊള്ളിയിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത പത്തിരിയിൽ നമ്മൾ അടുത്ത പത്തിരി നമ്മൾ ചുട്ടെടുക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടി പത്തിരി നമ്മൾ ഇട്ടേക്ക് ഇപ്പോൾ ഫസ്റ്റ് മറിച്ചിടൽ നമ്മൾ മറിച്ചിട്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ കല്ലിലിട്ട് അങ്ങനെ പുകയും ഒക്കെ വന്ന ശേഷം കുറച്ചൊക്കെ പുള്ളിക്കുത്തൊക്കെ ഉണ്ട് കേട്ടോ. കാക്ക പുള്ളിക്കുത്തൊക്കെ കുത്തിക്ക്. അപ്പോൾ അതൊന്ന് മറച്ചിട്ട് കണ്ടില്ല ഇതുപോലെ നല്ല പോലെ പത്തിരി പൊള്ളി കിട്ടിട്ടോ. അപ്പം നമ്മൾ ഇനി എല്ലാ പത്തിരി ഇതുപോലെ വേവിച്ചെടുത്ത് പിന്നെ അതുപോലെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കല്ലിൽ ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പത്തിരി ഇട്ട് എല്ലാ പത്തിരിയും നമ്മൾ വേവിച്ചെടുത്ത് മക്കളെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ബായ്. ഇങ്ങനെയൊക്കെ പത്തിരി